അപ്പോൾ ഇന്നാണ് കേട്ടോ നമ്മുടെ ബസ്സിന്റെ പൂജ. അപ്പോൾ നമ്മളിതാ വെളുപ്പിന് 4 മണിക്ക് തന്നെ റെഡി ആയിട്ട് ഇറങ്ങി. ബസ് വാങ്ങിയിട്ട് ഇപ്പോഴാണ് അമ്മൂസ് നേരിട്ട് കാണുന്നത്. വീഡിയോയിൽ മാത്രമേ അവള് കണ്ടിട്ടുള്ളൂ. അങ്ങനെതാ നമ്മൾ ബസ്സിന്റെ ഉള്ളിലേക്ക് കയറി. നമ്മൾ ഒറ്റയ്ക്കല്ലാട്ടോ അമ്പലത്തിലേക്ക് പോകുന്നത്. നമ്മുടെ വണ്ടിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും ഫാമിലി ഉണ്ട് കേട്ടോ. അമ്മൂസിനെ അതിന്റെ ഇടയ്ക്ക് വണ്ടി കയറിയിട്ട് എന്തൊക്കെയാ പറയേണ്ടതെന്ന് അറിയില്ല. അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെതാ നമ്മൾ ഇറങ്ങി. അതിന്റെ ഇടയ്ക്ക് ബസ് ഇറങ്ങി അന്നോട്ട് വരുന്ന ഒരു കമന്റ്സ് ആണ്, ബസ്സിന്റെ ഡ്രൈവർ ഒന്ന് കാണിച്ചു തരുമെന്ന് വെച്ചിട്ട്. ദാ കണ്ടോ, ഈ കാണുന്ന 3 പേരുമാണ്. അതിന്റെ ഇടയ്ക്ക് ഒരാൾ ബസ്സിന്റെ മുന്നിൽ വന്ന് ഭയങ്കര ആലോചന. അല്ല, അവളെ പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ് ഇപ്പം നടന്നിട്ടുള്ളത്. അങ്ങനെതാ നമ്മൾ ഏകദേശം ഒരു 7 മണിയായപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തി. ശബരിമല സീസൺ ആയതുകൊണ്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ബസ് എടുക്കണം എന്നുള്ളത്. എൻ്റെ മാത്രമെന്നല്ല, ഒരു വണ്ടിപ്രാന്തനായിട്ടുള്ള എല്ലാവരുടെ ഒരു ആഗ്രഹം തന്നെയായിരിക്കും ഇത്. അമ്പലത്തിൽ നിന്ന് വണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ 2 ഭാഗത്ത് 2 കസവ് വാങ്ങി കെട്ടിയിട്ടോ. അല്ലെങ്കിലും ടൂറിസ്റ്റ് ബസ് ഏതായിക്കോട്ടെ, അതിൻ്റെ 2 സൈഡിലും ഇങ്ങനെ കസവ് കെട്ടിയിട്ട് വരുന്നതാണ് ഒരു പ്രത്യേക രസമാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരെ നമുക്കവിടെ കാണാൻ കഴിഞ്ഞു അമ്പലത്തിൽ. അതിലേറെ സന്തോഷമായത് നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ക്യാമറയാണ് കേട്ടോ. തിരിച്ചു പോകുന്ന വഴിക്ക് ഭയങ്കര രസമായിരുന്നു, കാരണം വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ തോന്നില്ല. പിന്നെ വയനാട് എന്നുള്ള ഒരു പേര് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും വണ്ടി വയനാട്ടിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല, നമ്മുടെ വണ്ടി മലപ്പുറം ജില്ലയിലായിരിക്കും ഉണ്ടാവുക. അതായത് കറക്റ്റ് പറഞ്ഞാൽ രാമനാട്ടുകര എന്ന് പറയും. അതായത് കോഴിക്കോട് ജില്ലേൻ്റെയും മലപ്പുറം ജില്ലേൻ്റെയും ഇടയിലായിട്ട് വരും. എന്തായാലും നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ ബസ്സിന്റെ എൻക്വയറിക്ക് വേണ്ടി മാത്രം നിങ്ങൾ വിളിക്കുക. അവർ ലോങ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങുന്ന സമയത്തായിരിക്കും ഞങ്ങളെ ചോദിച്ച് നിങ്ങൾ വിളിക്കുക. അപ്പോൾ അത് അവർക്കൊരു ബുദ്ധിമുട്ടാവരുതെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്.